കേരളത്തിലെ ജനത കഴിഞ്ഞ ഒരു മാസമായി അത്യന്തം ആവേശത്തിലും വീറിലും വാശിയിലുമാണ് 3 ഉപതെരഞ്ഞെടുപ്പുകളെ വീക്ഷിച്ചത്. അതിൻ്റെ തെരഞ്ഞെടുപ്പ് ഫലം ഏതാനും നിമിഷങ്ങൾക്കകം പുറത്തു വരാൻ പോവുകയാണ്. അത്യന്തം ഉദ്വേഗജനകമായ നിമിഷങ്ങൾ. വളരെയേറെ ജിജ്ഞാസയോടും ആശങ്കയോടും കൂടിയാണ് പൊതുസമൂഹവും അതിനേക്കാൾ വളരെയേറെ നെഞ്ചിരിപ്പോടുകൂടിയാണ് സ്ഥാനാർത്ഥികളും വരും നിമിഷങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നത്. 8 മണിക്ക് തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെണ്ണൽ ആരംഭിക്കുകയാണ്. പാലക്കാട് നിയോജക മണ്ഡലത്തിലും ചേലക്കര നിയോജക മണ്ഡലത്തിലും സാമാന്യം ഭേദമായ രീതിയിൽ തന്നെ ആളുകൾ വോട്ട് ചെയ്തു, ശതമാനക്കണക്കിൽ എന്ന് വേണമെങ്കിൽ പറയാം. പാലക്കാട് 2021 നടന്ന തെരഞ്ഞെടുപ്പിൽ 75% ആളുകൾ വോട്ട് ചെയ്തപ്പോൾ ഈ പ്രാവശ്യം ഏതാണ്ട് 71% ആളുകൾ ശതമാനമേ വോട്ട് ചെയ്തിട്ടുള്ളൂ. ഒരു 4% കുറവ് പാലക്കാട് സംഭവിച്ചിട്ടുണ്ട്. എന്നാൽ ചേലക്കരയിൽ താരതമ്യേന മെച്ചപ്പെട്ട പോളിംഗ് ആണ് നടന്നത്. 72.77% ആളുകൾ അവിടെ വോട്ട് ചെയ്തു. വയനാട്ടിലാകട്ടെ 64.72% ആളുകളാണ് അവിടെ വോട്ട് ചെയ്തത്. വയനാട്ടിൽ പൊതുവെ ലോക്സഭാ നിയോജക മണ്ഡലത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് ശതമാനത്തിൻ്റെ കുറവ് വലിയ ഒരു വിഷയമായി അവിടെ ചർച്ച ചെയ്യപ്പെടുന്നില്ല. എന്നാൽ ഏറ്റവും വളരെ ചർച്ച ചെയ്യപ്പെട്ടതും പെടുന്നതും വിവാദമുണ്ടാക്കിയതുമായിട്ടുള്ള പാലക്കാട് തെരഞ്ഞെടുപ്പാണ് അത്യന്തം ഉദ്വേഗത്തോടുകൂടി ആളുകൾ കാണാനായി കാത്തിരിക്കുന്നത്. 8 മണിക്ക് വോട്ടെണ്ണൽ ആരംഭിക്കുമ്പോൾ സാധാരണയായി പോസ്റ്റൽ വോട്ടുകളാണ് എണ്ണുന്നത്. അതിനുശേഷം ഈ വോട്ടിംഗ് മെഷീനിലെ വോട്ടുകൾ ഓരോന്നോരോന്നായി ബൂത്ത് അടിസ്ഥാനത്തിൽ ഏതാണ്ട് 184 ബൂത്തുകളാണ് പാലക്കാട് മണ്ഡലത്തിൽ ഉണ്ടായിരുന്നത്. ബൂത്ത് അടിസ്ഥാനത്തിലുള്ള വോട്ടുകൾ എണ്ണം ആരംഭിക്കും. ഏതാണ്ടൊരു 10 മണിയോടുകൂടി തന്നെ തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ സൂചകങ്ങൾ ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വളരെയേറെ അട്ടിമറി ഒക്കെ പ്രതീക്ഷിക്കുന്നു എന്ന തരത്തിലാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലത്തെ പൊതുസമൂഹവും മാധ്യമങ്ങളും കാത്തിരിക്കുന്നത്. ഇവിടെ പാലക്കാടെ സംബന്ധിച്ച് കൂടുതൽ പറയേണ്ടി വരുന്നത് ഈ 3 മണ്ഡലങ്ങൾ വളരെയേറെ വീറും വാശിയും ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും നാടകീയമായ സംഭവങ്ങളും മാറ്റം മറിച്ചിലുകളും ഉണ്ടായിട്ടുള്ള ഒരു മണ്ഡലമാണ് എന്നതുകൊണ്ടാണ്. പാലക്കാട് 1,94,706 വോട്ടർമാരുള്ളതിൽ 1,37,302 ആളുകൾ വോട്ട് ചെയ്തു. അതാണ് നേരത്തെ സൂചിപ്പിച്ച 71%. പാലക്കാട് നഗരസഭയിലും അതുപോലെ തന്നെ പിരാവിരി, കണ്ണാടി, മാത്തൂർ 3 പഞ്ചായത്തുകളും ഉൾപ്പെടുന്നതാണ് പാലക്കാട് നിയോജക മണ്ഡലം. ഇപ്പോൾ നഗരസഭ അവിടെ ഭരിക്കുന്നത് BJP ആണ്. BJPയിലെ സ്ഥാനാർത്ഥിയും ശ്രീ കൃഷ്ണകുമാർ ആ നഗരസഭയിലെ ഒരു കൗൺസിലറാണ്. അദ്ദേഹം ആ നാട്ടുകാരനാണ്, അവിടെ ജനിച്ചു വളർന്ന ആളാണ്. അതുകൊണ്ട് അദ്ദേഹം വളരെ വ്യാപകമായ രീതിയിലാണ് പ്രചരണം നടത്തിയത്. പാലക്കാട് BJP എന്ത് വില കൊടുത്തും പിടിച്ചടക്കും എന്ന മട്ടിലാണ് ആ പ്രസ്ഥാനമാകെ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടി ആകെ പാലക്കാട് മണ്ഡലം ഇളക്കി മറിച്ചത്. അവർ ഏതാണ്ട് വിജയം ഉറപ്പിച്ചു എന്ന മട്ടിലാണ് ആ സ്ഥാനാർത്ഥിയുടെയും ആ പാർട്ടി നേതാക്കളുടെയും മനോഭാവവും പുറത്തു വരുന്ന പ്രസ്താവനകളും. എന്നാൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വിജയം സുനിശ്ചിതമാണ് എന്ന കാര്യത്തിൽ അവർക്ക് തർക്കമില്ല. ഒരു 5 അക്ക ഭൂരിപക്ഷം പോലും അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. 2021 നടന്ന തെരഞ്ഞെടുപ്പിൽ BJP സ്ഥാനാർത്ഥിയായി മത്സരിച്ചത് ശ്രീ E. ശ്രീധരനായിരുന്നു. അദ്ദേഹം വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു ടെക്നോക്രാറ്റാണ്. മെട്രോമാൻ എന്നറിയപ്പെടുന്ന വളരെ പ്രശസ്തനായ പക്വതയാർന്ന ഇരുത്തം വന്ന ഒരാളാണ്. അദ്ദേഹത്തിന് താരമൂല്യമുണ്ട്. ഇത് കണക്കിലെടുക്കുമ്പോൾ അദ്ദേഹവും അന്ന് വിജയിച്ച ശ്രീ ഷാഫി പറമ്പലും തമ്മിൽ 3859 വോട്ടിന്റെ വ്യത്യാസമേ ഉണ്ടായിരുന്നുള്ളൂ. 1% താഴെയായിരുന്നു അവർ തമ്മിലുള്ള വോട്ട് വ്യത്യാസം. 37.8% ഷാഫി പറമ്പൽ നേടിയപ്പോൾ 36.1% അന്നത്തെ BJP സ്ഥാനാർത്ഥിയായ ശ്രീമാൻ ശ്രീധരൻ
കരസ്ഥമാക്കി. ആ 3759 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് ഇപ്പോൾ ഏതാണ്ട് 10,000-ഓടടുത്ത് വരും എന്ന് കോൺഗ്രസ് നേതാക്കന്മാരും മുൻനിരയിൽ നിൽക്കുന്ന സ്ഥാനാർത്ഥിയും അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്നതായിട്ടുള്ള മറ്റാളുകളും പ്രവചിക്കുന്നതും പ്രതീക്ഷിക്കുന്നതും. LDF ആകട്ടെ അവർ ഇപ്പോൾ തന്നെ ഏതാണ്ട് വിജയിച്ചു എന്ന മട്ടിലാണ് ഡോക്ടർ പി സരിൻ എന്ന് പറയുന്ന അവരുടെ സ്ഥാനാർത്ഥി പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. അദ്ദേഹം പറയുന്നത് ഏറ്റവും വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി ഈ പ്രാവശ്യം LDF പാലക്കാട് പിടിച്ചെടുക്കും. 10,000-ലധികം ഭൂരിപക്ഷം അദ്ദേഹവും പ്രവചിക്കുന്നുണ്ട്. എന്നാൽ രസകരമായ സംഗതി, അദ്ദേഹത്തിന്റെ പാർട്ടി നേതാക്കന്മാരാരും തന്നെ അങ്ങനെ ഒരു അസന്നിഗ്ധമായ അനായാസമായ വിജയം അവിടെ LDF-നുണ്ടാകുമെന്ന് കരുതുന്നില്ല. കാരണം അവിടെ നടന്ന 2021 പ്രശസ്തമായ തെരഞ്ഞെടുപ്പിൽ 3-ാം സ്ഥാനത്തേക്ക് തള്ളി മാറ്റപ്പെട്ടതാണ് LDF. BJP 2-ാം സ്ഥാനത്തും UDF 1-ാം സ്ഥാനത്തും വന്നാണ് കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകൾ പാലക്കാട്ട് ഫലം പ്രഖ്യാപിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതിൻ്റെ ഒരു തനിയാവർത്തനം ഇപ്പോൾ ഉണ്ടായിരിക്കുമെന്ന് തന്നെയാണ് UDF വിചാരിക്കുന്നത്. BJP വിചാരിക്കുന്നത് അതല്ല, UDF-നെയും കടത്തിവെട്ടി തങ്ങൾ വിജയിക്കും എന്നാണ്. എന്തായാലും 3 പാർട്ടികളും വളരെയേറെ ആകാംക്ഷയോടുകൂടിയാണ് ഈ വരും നിമിഷങ്ങൾ കാത്തിരിക്കുന്നത്. പാലക്കാട് പ്രവചനം ആർക്കും തന്നെ കൃത്യമായി നടത്താനായി സാധിക്കുകയില്ല. കാരണം അത്ര ശക്തമായിട്ടുള്ള അടിയൊഴുക്കുകളാണ് അവിടെ ഉണ്ടായത്. BJP വോട്ടുകൾ LDF-ലേക്ക് പോകുമെന്നും LDF-ന്റെ വോട്ടുകൾ കുറച്ച് UDF-ലേക്ക് പോകുമെന്നും ഒക്കെയുള്ള ഈ അട്ടിമറികളെ കുറിച്ച് വളരെയേറെ വിവാദങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. സന്ദീപ് വാര്യർ അവസാന നിമിഷം കോൺഗ്രസിൽ ചേർന്നതൊക്കെ അവിടെ വലിയ ചർച്ചാ വിഷയമായിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ തെരഞ്ഞെടുപ്പ് വിജയം അതിസങ്കീർണമായിട്ടുള്ള ഒരു പശ്ചാത്തലത്തിലാണ് പുറത്തു വരാൻ പോകുന്നത്. പൊതുവെ ഉള്ള നിരീക്ഷണങ്ങളിൽ മാധ്യമങ്ങളൊക്കെ പറയുന്നത് UDF ഇപ്രാവശ്യം വിജയിക്കും. ഒരു വലിയ ഭൂരിപക്ഷം ഒന്നും അവർക്ക് അവകാശപ്പെടാൻ കഴിയില്ല. ഒരു 5000 അടുപ്പിച്ചുള്ള ഭൂരിപക്ഷം അവർ നേടി ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിക്കുമെന്നാണ് പാലക്കാടിനെ കുറിച്ച് മാധ്യമങ്ങളും മറ്റുള്ളവരും പ്രവചിക്കുന്നത്. ചേലക്കരയിലോട്ട് പോകുമ്പോൾ ചേലക്കര ഇപ്പോൾ LDF-ന്റെ സീറ്റാണ്. അവിടെ മത്സരിക്കുന്നത് UDF-ന് വേണ്ടി ഈ പറയുന്ന രമ്യ ഹരിദാസ് ആണ് മത്സരിക്കുന്നത്. അതോടൊപ്പം LDF-ന്റെ ഒരു ഇരുത്തം വന്ന ഒരു നേതാവ് തന്നെയാണ് അവിടെയും സ്ഥാനാർത്ഥിയായി നിൽക്കുന്നത്. അദ്ദേഹം സ്വാഭാവികമായി K രാധാകൃഷ്ണന്റെ ഒരു പിന്തുടർച്ചയായി വന്നയാളെന്ന രീതിയിൽ നല്ല സ്വാധീനം ചെലുത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷെ ഒരു കാര്യം ചേലക്കര കാണേണ്ടത്, കഴിഞ്ഞ പ്രാവശ്യം ശ്രീ K രാധാകൃഷ്ണൻ ഏതാണ് 34,900 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത്. ആ ഭൂരിപക്ഷമൊക്കെ ഒരു കാരണവശാലും ഇപ്പോഴത്തെ സ്ഥാനാർത്ഥിക്ക് ലഭിക്കാൻ സാധ്യതയില്ല. കാരണം K രാധാകൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തിക്ക് ലഭിച്ചതായ വോട്ടുകൾ കൂടെ അതിലുണ്ടായിരുന്നു എന്ന് വേണം കണക്കാൻ. ആ തരത്തിലുള്ള ഒരു വ്യക്തിപ്രഭാവമുള്ള അല്ലെങ്കിൽ ആ തരത്തിലുള്ള ഒരു അംഗീകാരം ഉള്ള സ്ഥാനാർത്ഥി അല്ല ഇപ്പോൾ LDF-ന് വേണ്ടി ചേലക്കര മത്സരിക്കുന്നത്. അതുകൊണ്ട് അവിടെ ഒരു ഫോട്ടോ ഫിനിഷിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. കടുത്ത മത്സരമാണ് അവിടെ നടന്നിരിക്കുന്നത്. അവിടെ BJP 3-ാം സ്ഥാനത്തേക്ക് പോകുന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല. BJP ഒന്നും അവിടെ ഒരു നിർണായകമായ കക്ഷിയല്ല. അവിടെ പിന്നെ മെനക്കെടുത്താനായിട്ട് PV അൻവറിന്റെ ഒരു സ്ഥാനാർത്ഥിയെ കോൺഗ്രസിൽ നിന്ന് വലിച്ചെടുത്ത് അവിടെ നിർത്തിയിട്ടുണ്ട്. അതൊന്നും യാതൊരു സ്വാധീനവും ചെലുത്തുകയില്ല എന്നുള്ളത് ചേലക്കര. അവിടെ യഥാർത്ഥത്തിൽ മത്സരം UDF LDF തമ്മിലാണ്. പാലക്കാട് ഒരു ത്രികോണ മത്സരം തന്നെയാണ്. വയനാടിനെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് തെരഞ്ഞെടുപ്പ് കഴിയുന്നതിന് മുൻപ് തന്നെ അനൗദ്യോഗികമായി പ്രഖ്യാപിക്കപ്പെട്ടു എന്ന് തന്നെ പറയാം. അവിടെ പ്രിയങ്ക ഗാന്ധി വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിക്കും. അവിടെ രാഹുൽ ഗാന്ധി ആദ്യം മത്സരിച്ചപ്പോൾ ലഭിച്ച 4 ലക്ഷത്തിലധികം, ഒരു പക്ഷേ അതിലും അപ്പുറമായ ഭൂരിപക്ഷത്തോടുകൂടി പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടും എന്നാണ് എതിരാളികൾ പോലും കരുതുന്നത്. ഒരു പക്ഷേ വോട്ടിംഗ് ശതമാനം പൊതുവെ കുറവായിരുന്നത് കൊണ്ട് അതിൻ്റെ ചില ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടായി എന്ന് വന്നേക്കാമെങ്കിലും പ്രിയങ്ക ഗാന്ധിയുടെ വിജയം സുനിശ്ചിതമാണ്. കാരണം വയനാടിനെ സംബന്ധിച്ചിടത്തോളം എക്കാലവും UDF-നോട് കൂടെ മാത്രം നിന്ന വളരെ ശക്തമായിട്ടുള്ള ഒരു UDF കേന്ദ്രമാണ് വയനാട്. അത് ഈ പ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിലും പ്രതിഫലിക്കും. അവിടെ രാഹുൽ ഗാന്ധിയൊക്കെ വന്ന് വ്യാപകമായ പ്രചാരണം നടത്തി. പ്രിയങ്ക ഗാന്ധി തന്നെ പറഞ്ഞു, വയനാടിനെ സംബന്ധിച്ച്
2 MP-മാരാണ് പാർലമെന്റിൽ ഉണ്ടാകാൻ പോകുന്നത്. സഹോദരൻ രാഹുൽ ഗാന്ധി അവിടെ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടതാണ്. പിന്നീടാണ് ഇപ്പോൾ പ്രിയങ്ക ഗാന്ധി വന്നത്. അതുകൊണ്ട് വയനാട്ടുകാർ പ്രത്യേകമായി ഈ തരത്തിൽ ഒരു ആനുകൂല്യം പറ്റാൻ പോവുകയാണ് എന്ന പ്രചാരണമൊക്കെ ഒരളവ് വരെ ജനങ്ങളിൽ നല്ല സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ഏതായാലും പാലക്കാട് തെരഞ്ഞെടുപ്പ് വിജയമാണ് ഈ 3 തെരഞ്ഞെടുപ്പുകളിൽ ഏറ്റവും അധികം ജിജ്ഞാസയോടുകൂടെ നോക്കിക്കാണുന്നത്. ഏതാനും നിമിഷങ്ങൾക്കകം അതിൻ്റെ സൂചനകൾ ഇപ്പോൾ ലഭിക്കും. ഇതോടൊപ്പം തന്നെ ഇന്ത്യയിൽ നടന്ന വളരെ പ്രശസ്തമായ മഹാരാഷ്ട്ര സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെണ്ണലും ഇന്ന് തന്നെ നടക്കുകയാണ്. അതുപോലെ മറ്റ് ചില സംസ്ഥാനങ്ങളിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പുകളുടെ ഫലവും ഇതോടൊപ്പം തന്നെ വരും. ഈ 23-ാം തീയതി ഇന്നത്തെ ദിവസം എല്ലാ തെരഞ്ഞെടുപ്പ് ഫലവും അന്തിമമായി വരും. ആകമാനം രാഷ്ട്രീയ രംഗത്ത് കോളിളക്കങ്ങൾ ഉണ്ടാക്കാവുന്നതും വളരെ ഗൗരവമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാവുന്നതുമായ തെരഞ്ഞെടുപ്പ് ഫലമായിരിക്കും വരാൻ പോകുന്നത്. കേരള രാഷ്ട്രീയത്തിൽ എന്തായാലും ഒരു പ്രത്യേകമായ ഒരു സന്ദർഭമാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം ഉണ്ടാക്കാൻ പോകുന്നത്. പ്രത്യേക സ്ഥിതിവിശേഷമാണ്. വളരെയേറെ പ്രത്യാഘാതങ്ങളുള്ള തെരഞ്ഞെടുപ്പ് ഫലമായിരിക്കും കേരളത്തിലേത്, പ്രത്യേകിച്ച് അസംബ്ലി നിയോജക മണ്ഡലങ്ങളിലേത് എന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം കേരളത്തിലെ സർക്കാർ ഇപ്പോൾ ആകെ ഒരു വേതാളത്തിൽപ്പെട്ട് കിടക്കുകയാണ്, ഒരു ഏടാകൂടത്തിലാണ്. സജി ചെറിയാനെതിരായിട്ടുണ്ടായ ഹൈക്കോടതി നിരീക്ഷണം, അതുപോലെ ആന്റണി രാജുവിൻ്റെ എതിരായിട്ടുള്ള ക്രിമിനൽ കേസ്, പിന്നെ ഭരണവിരുദ്ധ വികാരം, അതുപോലെ ദിവ്യ ഉണ്ടാക്കിയതായിട്ടുള്ള പ്രതിസന്ധി, അങ്ങനെ നിരവധി പ്രശ്നങ്ങളിൽ നട്ടം തിരിയുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു വിലയിരുത്തൽ കൂടി ആയിരിക്കുമെന്നതുകൊണ്ട് കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ഫലത്തിന് പ്രത്യേകമായ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. അതെന്തായാലും ഏതാനും നിമിഷങ്ങൾക്കകം, ഏതാണ്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ 10:30 മണിയോടുകൂടെ വളരെ വ്യക്തമായ സൂചനകൾ ലഭിക്കും. വിജയ പ്രതീക്ഷയാണ് UDF-ഉം LDF-ഉം BJP-യും പാലക്കാട് പുലർത്തുന്നത്. അതുപോലെ ചേലക്കര LDF-ഉം UDF-ഉം വിജയ പ്രതീക്ഷ പുലർത്തുന്നു. വയനാടിനെ സംബന്ധിച്ചിടത്തോളം എതിരാളികൾ പോലും ഏതാണ്ട് പ്രിയങ്ക ഗാന്ധിയുടെ വിജയം സുനിശ്ചിതമായിരിക്കുമെന്ന് ഉള്ളാലെ മനസ്സിൽ കരുതുന്നുണ്ട്. രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ വളരെ ഗുരുതരമായിരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഫലത്തിന് വേണ്ടിയാണ് നാം കാത്തിരിക്കുന്നത്. അല്പനിമിഷം കൂടെ കാത്തിരിക്കാം. സ്ഥാനാർത്ഥികളുടെ നെഞ്ചിടിപ്പും മുൻനിര പ്രവർത്തകരുടെ ആശങ്കയും ഉത്കണ്ഠയും എല്ലാം നമുക്ക് കാണാം. അവരുടെ ശരീരഭാഷയിലും അവരുടെ മുഖഭാവങ്ങളിൽ നിന്നൊക്കെ അത് വായിച്ചെടുക്കാം. എല്ലാവരും വളരെ കൗതുകത്തോടും ആകാംക്ഷയോടും ജിജ്ഞാസയോടും വളരെ ഏറെ നെഞ്ചിടിപ്പോടും തന്നെ കാത്തിരിക്കുന്ന ഒരു ചിത്രമാണ് നമ്മുടെ മുന്നിൽ ഇപ്പോൾ തെളിഞ്ഞുകൊണ്ടിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് ഫലം ക്രമാനുഗതമായി വന്നു തുടങ്ങാൻ ഏതാനും നിമിഷങ്ങൾ മാത്രമേ ഇനി അവശേഷിച്ചിട്ടുള്ളൂ.